പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്നാമത്തെ വായനയിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ആ രാജാക്കന്മാരുടെ നാളുകളിൽ ഒരിക്കലും നശിപ്പിക്കപ്പെടാത്തതും പരമാധികാരം മറ്റൊരു ജനതയ്ക്കും വിട്ടുകൊടുക്കാത്തതുമായൊരു രാജ്യം സ്വർഗസ്ഥനായ ദൈവം പടുത്തുയർത്തും. സുവിശേഷത്തിലേക്കൊന്ന് വരണം കർത്താവ്. ഇന്നത്തെ സുവിശേഷത്തിലല്ല, സുവിശേഷ ഭാഗങ്ങളിൽ കർത്താവ് പത്രോസ്ലിഹിയോട് പറയുന്നുണ്ട്, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും. ഒരു രാജ്യവും അതിനെതിരായിട്ട് പ്രബലപ്പെടുകയില്ല. വചനം പറയണ കാര്യം അതാണ്. ഒരിക്കലും നശിപ്പിക്കപ്പെടാത്തതും പരമാധികാരം മറ്റൊരു ജനതയ്ക്കും വിട്ടുകൊടുക്കാത്തതുമായ ഒരു രാജ്യം സ്വർഗസ്ഥനായ ദൈവം പടുത്തുയർത്തും. ഈ പാറമേൽ പണിതുയർത്തപ്പെട്ട ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ ഈ സഭ എന്ന് പറയുന്ന ഈ രാജ്യത്തിലെ അംഗങ്ങളായി ജീവിക്കാനായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അതിന് അനുഗ്രഹം കിട്ടിയതിനെ ഓർത്തൊന്ന് നന്ദി അർപ്പിച്ച് ഒന്ന് ജീവിക്കണം. കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ നാമത്തിൽ അവൻ ഞാനാണെന്ന് പറഞ്ഞ് പലരും വരും. നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. ആരും നിങ്ങളെ വഴിതെറ്റിക്കരുത്. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഈ ഒരു കർത്താവ് പണിതുയർത്തിയ ഈ സഭയെന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തിൽ നിന്ന്, ഈ ഒരു സ്നേഹ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകാനായിട്ടുള്ള പ്രലോഭനങ്ങളും വലിയ പ്രതിസന്ധികളും നമുക്ക് നേരെയുള്ള ഭീഷണികളുമൊക്കെ ഒരുപാടുണ്ടാകുമെന്ന് വചനം പറയുന്നു. പക്ഷേ അവിടുന്ന് പണിതുയർത്തിയ പരമാധികാരം മറ്റൊരാൾക്കും കൈമാറാത്ത ദൈവം സ്ഥാപിച്ചിട്ടുള്ള സ്വർഗസ്ഥനായ ദൈവം പടുത്തുയർത്തിയ ഈ ഒരു സ്നേഹ സമൂഹത്തിൽ എന്നും നിലനിൽക്കാൻ, അതിനോട് ചേർന്ന് വിശ്വസ്തയോടുകൂടി നിൽക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ അത് കുറച്ചുകൂടെയൊക്കെ റെലവൻ്റ് ആണെന്ന് തോന്നുന്നു. അച്ഛൻ വന്നിട്ട് പറയായിരുന്നു ഒരു നൊവേനപ്പള്ളിയിൽ, അച്ഛാ മിക്കവാറും ആളുകൾ വന്നിട്ട് പറയുന്നൊരു പാപം ഞങ്ങൾ പോപ്പിനെ കുറ്റം പറഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ പോപ്പിനെ കുറ്റം പറഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കാം കാര്യം എന്താണെന്ന്. പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിക്കേണ്ടെന്ന് പോപ്പ് പറഞ്ഞല്ലോ. അതുകൊണ്ട് പോപ്പ് അന്തിക്രിസ്തുവാണോ, അന്ത്യകാലമൊക്കെ അടുത്തോ, രണ്ടാം വരവ് അടുത്തോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സംസാരിച്ചു പോയ, പോപ്പിനെ എതിർത്ത സഭാ പഠനങ്ങളെ, പ്രബോധനങ്ങളെ ഇങ്ങനെ തള്ളിക്കളഞ്ഞ കുറേ പാപങ്ങളെക്കുറിച്ച് മനുഷ്യരിപ്പോൾ വല്ലാതെ ആകുലപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? കർത്താവ് പറയും, ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ കേൾക്കും. പല കാര്യങ്ങളും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ, നിങ്ങളെ വഴിതെറ്റിക്കുന്ന വിധത്തിൽ ഒരുപാട് കാര്യങ്ങൾ കേൾക്കും. ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ നിങ്ങൾ എന്നിൽ നിലനിൽക്കും. കാരണം ഈ ഒരു സഭ കർത്താവ് പണിതുയർത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ കാലാകാലങ്ങളായിട്ടുള്ള പാരമ്പര്യങ്ങളിൽ നിന്നുള്ള വിശുദ്ധ ജീവിതങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളും കർത്താവ് നൽകിയ വെളിപാടനുഭവങ്ങളുടെ പഠനങ്ങളുമൊക്കെ ഇങ്ങനെ സഹസ്രാബ്ദങ്ങളായിട്ട് ജീവിച്ചു വരുന്നൊരു സഭയിൽ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഭിന്നതയുളവാകുക എന്നുള്ളത് സാത്താൻ്റെ പ്രവർത്തനം തന്നെയാണ്. അന്തഃഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഃഛിദ്രമുള്ള ഭവനവും വീണുപോകും എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. ഉള്ളിൽ നിന്ന് തന്നെ എതിർപ്പുളവാക്കിയാലേ ഈ ഒരു സഭയിൽ പോറലേൽപ്പിക്കാൻ പറ്റുമെന്ന് നരകത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഈ സുവിശേഷവും ഒന്നാം വായനയൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, ഇങ്ങനെ ഉള്ളിൽ നിലനിൽക്കേണ്ട ഒരു വചനം ഇതാണ്: ഒരു രാജ്യം സ്വർഗസ്ഥനം, ഒരിക്കലും നശിപ്പിക്കപ്പെടാത്തതും പരമാധികാരം മറ്റൊരു ജനതയ്ക്കും വിട്ടുകൊടുക്കാത്തതുമായ ഒരു രാജ്യം സ്വർഗസ്ഥനായ ദൈവം പടുത്തുയർത്തിയിട്ടുള്ള ആ ഒരു പാറമേൽ, ഇങ്ങനെ വളരെ സോളിഡായിട്ടുള്ള ഒരു പാറമേൽ പണിതുയർത്തിയിട്ടുള്ള ഈ ഒരു സഭാഗാത്രത്തെ എതിർത്ത് തോൽപ്പിക്കാനോ അതിൻ്റെ അകത്ത് നിന്ന് അതിനെ വിള്ളലുളവാക്കാനോ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു വാക്കോ പ്രവൃത്തിയോ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സഭാപ്രബോധനങ്ങളോട് സഹസ്രാബ്ദങ്ങളായി നിൽക്കുന്ന പാരമ്പര്യങ്ങളുടെ വിശുദ്ധി പേറുന്ന ഒരുപാട് വിശുദ്ധ ജന്മങ്ങളുടെ അനുഭവത്തിൽ നിന്നുള്ള വെളിച്ചം പകരുന്ന ഈ നിയമങ്ങളോടും ഈ പ്രബോധനങ്ങളോടും ഒന്ന് ചേർന്ന് നിൽക്കാനായിട്ട്, ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ പറ്റുന്ന വിധത്തിൽ വിശ്വസ്തയോടുകൂടി ജീവിക്കാനായിട്ട് വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സംശയങ്ങളുണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ സംശയങ്ങൾക്കൊക്കെ മറുപടി ഉണ്ടെങ്കിൽ അത് കേൾക്കാതെ
പുറത്തുനിന്ന് പറയുന്നത് ആരൊക്കെയോ പറയുന്നത് കേട്ട് ഇങ്ങനെ അത് സംശയങ്ങൾക്ക് പകരം ചോദ്യം ചെയ്യലുകളാകുമ്പോൾ ഇത് സാത്താൻ തനിക്കെതിരായി തന്നെ ഭിന്നിപ്പിക്കുന്ന മനുഷ്യരാക്കി നമ്മളെ മാറ്റിക്കളയുന്നു എന്നൊന്ന് തിരിച്ചറിയണത് നല്ലതായിരിക്കും. മീഡിയാസിൻ്റെയൊക്കെ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. കൊച്ചുങ്ങളൊക്കെ വന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ തലേ ദിവസം കണ്ട വീഡിയോസ് നമ്മൾ ഓർക്കും, ഇതവിടെ കണ്ടതാണല്ലോ. സഭ എന്താണെന്നോ സഭ സ്ഥാപിച്ച കർത്താവാരാണെന്നോ അത് ഏത് പാറമേലാണ് പണിയപ്പെട്ടിരിക്കുന്നതെന്നോ എത്രയോ വിശുദ്ധ ജീവിതങ്ങളുടെ ചോരമേൽ പണിതുയർത്തിയ രക്തസാക്ഷിത്വത്തിൻ്റെ പ്രാഭവത്തിൽ നിലനിൽക്കുന്നൊരു സഭയാണിതെന്നോ മനസ്സിലാക്കാത്ത കുറച്ച് മനുഷ്യരുടെ ഇങ്ങനെ വായിട്ടലക്കലുകൾക്ക് പിന്നാലെ നടന്നിട്ട് ഇത്ര മഹത്വപൂർണമായിട്ടുള്ള ഒരു 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 ജീവിതത്തിനെതിരായിട്ട്, നമ്മളുടെ തന്നെ ജീവിതത്തിനെതിരായിട്ട് നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. മക്കൾ അറിവില്ലാതെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണമെന്നേ ഇതെങ്ങനെയൊക്കെയാണെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ടത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് രാജ്യത്തിനെതിരായിട്ട് കലഹിക്കുന്നത് നിങ്ങൾ കേൾക്കും, എങ്കിലും അവസാനം ഇനിയുമായിട്ടില്ല. ഭീകര സംഭവങ്ങളും അടയാളങ്ങളും ഒക്കെ ഇനിയും ഉണ്ടാകും. ആ സമയത്തൊക്കെ ഇങ്ങനെ കർത്താവിൻ്റെ ഒരു മഹത്വത്തിൽ കണ്ണുറപ്പിച്ച് കർത്താവ് പണിതുയർത്തിയിട്ടുള്ള അവിടുന്ന് അടിസ്ഥാനമിട്ട, അവിടുന്ന് വളർത്തിക്കൊണ്ടുവരുന്ന, അവിടുന്ന് നയിക്കുന്ന, അവിടുന്ന് തലയായിരിക്കുന്ന ഈ ഒരു രാജ്യത്തിൻ്റെ അംഗങ്ങളായി എന്നും വിശ്വസ്തയോടെ ചേർന്ന് ജീവിക്കാനായിട്ടുള്ള ആഴമായ വിശ്വാസം തരണമേ എന്ന്, സംശയങ്ങൾ ദൂരീകരിക്കാൻ അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞു മക്കളെയൊക്കെ നിറയ്ക്കണമേ എന്ന് ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ തെളിച്ചം നൽകി കൂടെ നിൽക്കണമേ എന്ന്, തെറ്റിപ്പോകാതെ കരം പിടിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ അവിടുത്തെ ആശീർവാദത്തിനായി നമുക്ക് മുട്ടിന്മേലായിരിക്കാം. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തലകൊണ്ട് ചിന്തിക്കുന്ന മനുഷ്യർക്ക് പ്ലേറ്റോയുടെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. സത്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ഉള്ളിത്തൊലി പൊളിക്കുന്നത് പോലെയാണ്. പൊളിച്ച് അവസാനം അതിനുള്ളിൽ ഒന്നുമില്ല എന്നുള്ള തിരിച്ചറിവിൽ നമ്മുടെ കണ്ണുകളൊന്ന് ആകാശങ്ങളിലേക്ക് ഉയരും. അതുതന്നെയാണ് കർത്താവ് പറയണേ, മറ്റൊന്നിൻ്റെയും പിന്നാലെ പോകരുത്, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞ ചിന്തകളോടുകൂടെ, അവിടുത്തെ പ്രബോധനങ്ങളോട്, അവിടുത്തെ വചനത്തോട്, അവിടുന്ന് ഒരുക്കി തന്നിരിക്കുന്ന ഈ ഒരു രാജ്യത്തിൽ വിശ്വസ്തയോടുകൂടെ ജീവിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈ ഒരു സഭയിലെ അംഗമാണല്ലോ എന്നുള്ള വലിയ സന്തോഷത്തോടുകൂടെ നമുക്ക് വിശ്രമിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.